നടുക്കിയ ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീർ പോലീസ് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന നൌഗാം പോലീസ് സ്റ്റേഷനിൽ വൻ പൊട്ടിത്തെറി. വെള്ളിയാഴ്ച രാത്രിയോടെ നടന്ന ഈ ദാരുണ സംഭവത്തിൽ 7 പേർ മരണമടയുകയും 20 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ കെട്ടിടവും പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും പൂർണ്ണമായും കത്തിയമർന്നു. പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ വിശദമായി പരിശോധിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് സയൻസ് ലബോറട്ടറി സംഘവും തഹസീൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പരിശോധനാ വേളയിൽ സ്റ്റേഷനിലുണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. സ്ഫോടനത്തിന്റെ പ്രകമ്പനം വളരെ വലുതായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം 300 അടി അകലെ വരെ മനുഷ്യ ശരീര ഭാഗങ്ങൾ ചിതറിത്തെറിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പൊട്ടിത്തെറിയുടെ തീവ്രത എത്രത്തോളം വലുതായിരുന്നു എന്നത് വെളിപ്പെടുത്തുന്നു. സമീപത്തുള്ള നിരവധി കെട്ടിടങ്ങൾക്കും സ്ഫോടനത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ അടിയന്തരമായി ശ്രീനഗറിലെ ഇന്ത്യൻ ആർമിയുടെ 92 ബേസ് ആശുപത്രിയിലേക്കും ഷേർ-ഇ-കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കും മാറ്റിയിട്ടുണ്ട്. നില അതീവ ഗുരുതരമായവരുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റിലായ വൈറ്റ് കോളർ തീവ്രവാദ മൊഡ്യൂളിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് അപകടത്തിന് കാരണമായത്. ഹരിയാനയിലെ ഫരീദാബാദിൽ ഒരു ഡോക്ടറുടെ വാടക വീട്ടിൽ നിന്നാണ് ഈ രാസവസ്തുക്കൾ പിടിച്ചെടുത്തത്. അമോണിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, സൾഫർ തുടങ്ങിയ അതിശക്തമായ രാസവസ്തുക്കളാണ് ഇവയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പിടിച്ചെടുത്ത 360 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളിൽ ഭൂരിഭാഗവും നൌഗാം പോലീസ് സ്റ്റേഷനിലെ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്താണ് സൂക്ഷിച്ചിരുന്നത്. സ്ഫോടനത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് നിലവിൽ വിവിധ റിപ്പോർട്ടുകളും നിഗമനങ്ങളുമാണ് പുറത്തുവരുന്നത്. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ അമോണിയം നൈട്രേറ്റ് സീൽ ചെയ്യുന്നതിനിടെ സംഭവിച്ച തീപിടുത്തമാണ് പൊട്ടിത്തെറിക്ക് കാരണമായതെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. ഈ രാസവസ്തുക്കൾ സൂക്ഷിക്കുന്നതിലെ സുരക്ഷാ വീഴ്ചയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും വിലയിരുത്തലുകളുണ്ട്. എങ്കിലും സ്ഫോടനത്തിന്റെ രീതിയും തീവ്രതയും കണക്കിലെടുക്കുമ്പോൾ കേവലം ഒരു അപകടം എന്നതിലുപരി അട്ടിമറി സാധ്യതയും അന്വേഷണ ഏജൻസികൾ തള്ളിക്കളയുന്നില്ല. പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഘടിപ്പിച്ച് സ്ഫോടനം നടത്തിയതാക്കാനുള്ള സാധ്യതയും പരിശോധനയിലുണ്ട്. ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ സംഘടനയായ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ടെങ്കിലും ഇതൊരു തീവ്രവാദ ആക്രമണമായിരിക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ കേസിലെ ഭീകരവാദ മൊഡ്യൂളിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ഡൽഹി ചെങ്കോട്ടയ്ക്കടുത്തുള്ള കാർ സ്ഫോടനവുമായി ഇതിന് നേരിട്ട് ബന്ധമുണ്ട്. ഈ സ്ഫോടനത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാൾ ഡോക്ടർ ഉമർ ഉൻ നബി ആണെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. അടുത്തിടെ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഹാപ്പൂരിൽ നിന്ന് പിടിയിലായ ഡോക്ടർ ഫറൂഖിന് ഡോക്ടർ ഷഹീനുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം. മാത്രമല്ല അൽഫല സർവകലാശാലയിലെ 4 പേരും ഇതിനോടകം പിടിയിലായിട്ടുണ്ട്. ഈ അറസ്റ്റുകൾ വൈറ്റ് കോളർ തീവ്രവാദ മൊഡ്യൂളിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഡോക്ടർ ഷെയ്ൻ സൗദ് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ ഉന്നതരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. JEM തലവൻ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യയായ ആഫിറ ബീവിയുമായി ഡോക്ടർ ഷഹീൻ അടുത്ത ബന്ധമുണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മുഅ്മിനാത്ത് എന്ന സംഘടനയുടെ ഇന്ത്യൻ വിഭാഗം രൂപീകരിക്കുന്നതിനുള്ള ചുമതല ഡോക്ടർ ഷഹീൻ ആയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ ഡോക്ടർമാർ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് അന്വേഷണ ഏജൻസികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അറസ്റ്റിലായ ഫരീദാബാദ് അൽഫല സർവകലാശാലയിലെ ഡോക്ടർ അദീലിന്റെ സഹോദരൻ മുസഫിറിനും പാക് ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഡോക്ടർ അദീൽ അറസ്റ്റിലായതിനു പിന്നാലെ മുസഫർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായാണ് സംശയം. ഇയാളെ പിടികൂടുന്നതിനായി ജമ്മു കാശ്മീർ പോലീസ് ഇന്റർപോളിനെ സമീപിച്ചിരിക്കുകയാണ്. മുസഫറിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഉമർ നബിക്കൊപ്പം മുസഫറും തുർക്കി സന്ദർശിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് രാജ്യാന്തര തലത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ മൊഡ്യൂളിന് പിന്നിലെന്ന് സൂചന നൽകുന്നു. ഫരീദാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വൈറ്റ് കോളർ തീവ്രവാദ മൊഡ്യൂളിനെതിരെ ആരംഭിച്ച അന്വേഷണമാണ് ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതിലേക്ക് നയിച്ചത്. ഒക്ടോബർ പകുതിയോടെ നൌഗാമിൽ ഭീഷണി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് ഈ തീവ്രവാദ മൊഡ്യൂളിനെ കുറിച്ച് പോലീസിന് ആദ്യ സൂചന ലഭിച്ചത്. തീവ്രവാദികൾ ഇന്റലിജൻസ് ഏജൻസികളെ കബളിപ്പിക്കാൻ ഇമെയിലുകളും ഡ്രാഫ്റ്റ് സന്ദേശങ്ങൾ സൂക്ഷിച്ചതും ത്രീമ പോലുള്ള അതീവ സുരക്ഷ എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുമാണ് ആശയവിനിമയം നടത്തിയിരുന്നതെന്നും കണ്ടെത്തിയിരുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രതികളുടെ സാങ്കേതിക വൈദഗ്ധ്യമാണ് ഇത്തരം ഗോസ്റ്റ് ചാനലുകൾ രൂപപ്പെടുത്താൻ അവരെ സഹായിച്ചത്. നൌഗാമിലെ സംഭവം തീവ്രവാദികളുടെ രഹസ്യ ആശയവിനിമയ തന്ത്രങ്ങൾ പോലെ തന്നെ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ സുരക്ഷാ നടപടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പിടിച്ചെടുത്ത
സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ സൂക്ഷിച്ചത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് അധികൃതർ ഉത്തരം നൽകേണ്ടതുണ്ട്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അട്ടിമറിയാണോ അതോ കൈകാര്യം ചെയ്യുന്നതിലെ പിഴവാണോ സ്ഫോടനത്തിന് കാരണമെന്ന് കണ്ടെത്താൻ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ നിർണായകമാകും. നൌഗാം പോലീസ് സ്റ്റേഷനിൽ നടന്ന ദാരുണമായ ഈ സ്ഫോടനം ജമ്മു കാശ്മീരിലെ സുരക്ഷാ സംവിധാനങ്ങൾക്കും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും ഒരു വലിയ ദുരന്തമായി മാറി. വൈറ്റ് കോളർ തീവ്രവാദ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട കേസിൽ പുതിയ വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായി രാജ്യം കാത്തിരിക്കുകയാണ്.